കുറച്ചധികം ദിവസമായിട്ട് ആ തോട്ടത്തിലോട്ട് പോയിട്ട് അപ്പോൾ തോട്ടത്തിൽ ചെന്നപ്പോൾ തന്നെ സെലറി നല്ല തഴച്ച് വളർന്ന് നിൽപ്പുണ്ട്. പിന്നെ സ്പ്രിംഗ് ഒണിയനും അത്യാവശ്യം പിടിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അത് പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിൽ ഒട്ട് വളർന്നിട്ടുമില്ല, എന്നാലും ഒട്ടും മുരടിച്ചും പോയിട്ടില്ല. ആ നിന്ന അവസ്ഥയിൽ തന്നെ അതങ്ങ് നിൽക്കുകയാണ്. പിന്നെ ചീരയൊക്കെ നമ്മൾ 2-3 പ്രാവശ്യം കറികളൊക്കെ ആയിട്ട് വെച്ച് പിന്നെ കസിൻസിനൊക്കെ കൊടുത്തായിരുന്നു. ചുവപ്പ് ചീരയുണ്ട്, പച്ച ചീരയുണ്ട്, പിന്നെ വഴുതനങ്ങ അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് തുളസിയാണ്. അപ്പോൾ നമ്മളിനി പ്ലാൻ ചെയ്തേക്കുന്നത് ഈ അമ്പലത്തിലൊക്കെ മാല കെട്ടാൻ തുളസി വേണമല്ലോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചോദിച്ചു വരികയാണെങ്കിൽ കൊടുക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. പിന്നെ തുളസി നമ്മുടെ തോട്ടത്തിൽ അല്ല നമ്മുടെ വീട്ടിൽ വളരുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടു. തക്കാളിയുടെ ഭംഗി നോക്കിയപ്പോൾ ഒരു തക്കാളി കയ്യിലോട്ട് വന്നു. അതെങ്ങാനും അമ്മേനെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്കിട്ട് കിട്ടും. അതുകൊണ്ട് ഞാനത് വേഗം അകത്താക്കി അവിടെ നിന്ന് തന്നെ. ഇത്രയും ചെറുതാണെങ്കിൽ അത് പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് കായാകുമെന്നൊന്നും അറിയില്ല, ഇനി അടർന്ന് വീഴുമെന്നും അറിയില്ല. പിന്നെ കുറ്റിക്കുരുമുളകിൽ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ തന്നെ. ചെറിയ കുരുമുളക് ആയതുകൊണ്ട് മുളകൊക്കെ ആണെങ്കിൽ നല്ല മണി പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പേരക്ക പൂത്തേക്കുന്നുണ്ട്, പൂ വന്നിട്ടുണ്ട്. ഇനി പേരക്ക ആകുമെന്നത് നമുക്ക് നോക്കാം. പിന്നെ പച്ചക്കറി മാത്രമല്ല, കുറച്ച് കൈമരുന്നുകൾ, അതായത് മറ്റ് പച്ചമരുന്നുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെവിയനായിട്ട് ഇപ്പോൾ പറിച്ചുകൊണ്ട് പോയത്. അതിൻ്റെ കൂട്ടത്തിൽ തുളസിയും പനിക്കൂർക്കയും കൂടി വാട്ടിക്കൊടുത്ത കുട്ടികളുടെ ചുമ, ജലദോഷം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതൊക്കെ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം